അവർ നിങ്ങളോട് കുശലം പറയും, ശ്രദ്ധ തിരിക്കും. അന്യസംസ്ഥാനങ്ങളിലെ പെട്രോൾ പമ്പുകളിൽ നടക്കുന്നത് നോക്കോ. ചതിക്കപ്പെടരുത്. ദൂരയാത്രയ്ക്കിടെ അപരിചിതമായ ഇടങ്ങളിൽ നമ്മൾ ചതിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. പ്രത്യേകിച്ച് പെട്രോൾ പമ്പിലെ ജീവനക്കാരാണ് അന്യനാട്ടുകാരാണെന്ന് മനസ്സിലാക്കി നമ്മെ ഏറ്റവും അധികം കബളിപ്പിക്കുന്നത്. അന്യനാട്ടുകാരാണെന്ന് ബോധ്യപ്പെടുന്ന മാത്രയിൽ പമ്പിലെ ജീവനക്കാർ നമ്മെ പറ്റിക്കാൻ വട്ടം കൂടും. ഫ്യൂൽ മെഷീനിൽ കൃത്രിമം നടത്തിയും നമ്മുടെ ശ്രദ്ധ തിരിച്ചും ഇത്തരക്കാർ തട്ടിപ്പ് നടത്താറുണ്ടെന്ന് പറയുകയാണ് വിനോദ് KP എന്ന വ്യക്തി. ഇദ്ദേഹത്തിന്റെ കുറിപ്പിങ്ങനെ: യാത്രകൾക്ക് പറയാനുള്ളത് കാഴ്ചകളുടെ മാത്രം കഥയല്ല, അനുഭവങ്ങളുടേതു കൂടിയാണ്. ചിലത് നന്മയുടേത് അല്ലെങ്കിൽ തിന്മയുടേത്. അന്യസംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രധാനമായും നമ്മൾ ചതിക്കപ്പെടുന്നത് ഫ്യൂൽ സ്റ്റേഷനുകളിലാണ്. കർണാടകയുമായി താരതമ്യം ചെയ്യുമ്പോൾ തമിഴ്നാട് അല്പം ഭേദമെന്ന് മാത്രം. നമ്മുടെ വാഹനം പമ്പിനകത്ത് കയറുന്ന നിമിഷം തന്നെ പമ്പ് ജീവനക്കാർ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ശ്രദ്ധിക്കും. അന്യസംസ്ഥാന രജിസ്ട്രേഷനാണെങ്കിൽ അവർ അവരുടെ നമ്പറുകൾ ഒന്നൊന്നായി പുറത്തെടുക്കും. 1. നമ്മുടെ വാഹനം ഫ്യൂൽ മെഷീനിൽ നിന്നും പരമാവധി മുൻപോട്ടേക്ക് വാഹനം ഒതുക്കി നിർത്തുവാൻ പറയും. അവരുടെ ഉദ്ദേശം ഇതാണ്: വാഹനത്തിനകത്തിരിക്കുന്നവരുടെ ദൃഷ്ടി പെട്ടെന്ന് മെഷീനിൽ പതിയരുത്. ജീവനക്കാർ നമ്മുടെ സമീപം വന്നതിന് ശേഷം എത്ര രൂപയ്ക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 1000 രൂപയാണ് പറയുന്നതെങ്കിൽ അവർ 300 രൂപയ്ക്ക് ഇന്ധനം നിറച്ചതിന് ശേഷം മെഷീൻ ഓഫ് ചെയ്യും. നമ്മൾ നോക്കുമ്പോൾ മെഷീനിൽ 300. ഇതെന്താ 1000 രൂപയ്ക്കാണല്ലോ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ക്ഷമിക്കണം സാർ, 700 രൂപയ്ക്ക് കൂടി ഫിൽ ചെയ്യാമെന്ന് പറയും. ഈ സമയത്തിനുള്ളിൽ പമ്പിലെ മറ്റു ജീവനക്കാർ നമ്മുടെ വാഹനത്തിന് സമീപം വന്നിരിക്കും. നമ്മളോട് വാഹനത്തിന്റെ മൈലേജിനെ കുറിച്ചും എങ്ങോട്ടാണ് യാത്ര പോകുന്നതുമെന്നിങ്ങനെ പല കുശലാന്വേഷണങ്ങളും ആരംഭിക്കും. അന്നേരത്തേക്കും വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുന്ന ജീവനക്കാരൻ എണ്ണ അടിച്ചു കഴിഞ്ഞു എന്ന് പറയും. മെഷീനിൽ നോക്കുമ്പോൾ 700. അങ്ങനെ 1000 രൂപയും നൽകി പമ്പിൽ നിന്ന് നമ്മൾ യാത്രയാകുന്നു. സത്യത്തിൽ അവർ 700 രൂപയുടെ ഇന്ധനം മാത്രമേ നിറയ്ക്കുന്നുള്ളൂ. അതായത് ആദ്യം നിർത്തിയ 300-ൽ നിന്ന് തന്നെയാണ് അവർ വീണ്ടും 700-ൽ നിർത്തുന്നത്. അല്ലാതെ വീണ്ടും 0-ൽ നിന്ന് തുടങ്ങുന്നില്ല. ഇവിടെ നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയാണ് ജീവനക്കാർ നമ്മളോട് കുശലം പറയുന്നത്. ചില സ്ഥലത്ത് കുശലം പറയലാണെങ്കിൽ ചില സ്ഥലത്ത് പമ്പിലെ ജീവനക്കാർ വന്ന് നമ്മുടെ വാഹനത്തിന്റെ ഫ്രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴുകിത്തരും. ഇതിന്റെയും ഉദ്ദേശം ശ്രദ്ധ തിരിക്കുക എന്ന് മാത്രം. അന്യസംസ്ഥാനങ്ങളിൽ ഫ്യൂൽ സ്റ്റേഷനിൽ ചെന്നാൽ ജീവനക്കാർ പറയുന്നതനുസരിച്ച് വാഹനം മുൻപോട്ട് ഒതുക്കരുത്. ഫ്യൂൽ ഗൺ ടാങ്കിൽ പ്രവേശിക്കും എന്നുറപ്പായാൽ അവിടെ നിർത്തുക. ടാങ്കിന്റെ ലിവർ വലിച്ചതിനു ശേഷം ഇറങ്ങുവാനും എത്ര രൂപയ്ക്കാണ് എണ്ണ വേണ്ടതെന്നും അവരോട് പറയുവാനും ശ്രമിക്കരുത്. കാറിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം മാത്രം ഫ്യൂലിന്റെ ലിവർ വലിക്കുക. ഉടനെ തന്നെ മിഷന്റെ മുൻപിൽ ചെന്ന് നിൽക്കുക. 0-ൽ നിന്ന് തന്നെയാണോ ആരംഭിക്കുകയെന്ന് ശ്രദ്ധിക്കുക. പറഞ്ഞ സംഖ്യ വരെ നിറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഈ സമയം നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ ആരെങ്കിലും വന്നാൽ തിരിഞ്ഞു നോക്കരുത്. ഇന്ധനം നിറയുന്നത് വരെ മസിൽ പിടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നമ്മൾ ഒരിക്കലും ചതിക്കപ്പെടാതിരിക്കട്ടെ. മാക്സിമം ഈ ന്യൂസ് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.